ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി ആൻഡ് ഫ്രെയിം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അപ്പൂസിനൊരു പണി കൊടുത്തുകൊണ്ട് ആരംഭിക്കാം. അപ്പോൾ ചെടിയിൽ പുഴുക്കൾ വന്നിട്ടുണ്ട്. ബിഗോണിയയുടെ പ്ലാന്റാണിത്, സ്റ്റാർ ലീഫ് ബിഗോണിയ. അപ്പോൾ അതിൽ 2-3 ദിവസമായി ഇലകൾ ഇങ്ങനെ തിന്നിട്ട് അതിൻ്റെ കാഷ്ടം താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പുഴുക്കൾ വന്നിട്ടുണ്ടെന്ന്. വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ലീഫിൽ, നമ്മുടെ പ്ലാന്റിൽ ഒറ്റ ലീഫ് ഉണ്ടാവില്ല. അപ്പോൾ അപ്പൂസിന് നോക്കിയിട്ട് കാണാതെ അപ്പൂസ് കുറേ നേരം നോക്കി. അത് കഴിഞ്ഞ് അപ്പൂസ് ടോർച്ചൊക്കെ കൊണ്ടുവന്ന് അടിച്ച് നോക്കിയപ്പോൾ അപ്പൂസിന് ആളെ കണ്ടു. ശരിക്കും നമ്മുടെ ഈ ലീഫിൻ്റെ, ഈ പ്ലാന്റിൻ്റെ തണ്ടും ഈ ആളും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ കാണുമ്പോൾ തന്നെ, അതിനെ കണ്ടപ്പോൾ തന്നെ മേലൊക്കെ ഒരു കുരുത്തിരിപ്പ്. നല്ല അടിപൊളി ചൊറിയാമ്പോഴാണ് ഇരിക്കുന്നത്. അതിൻ്റെ പുഴുവിൻ്റെ സ്ട്രക്ചറും നമ്മുടെ പ്ലാന്റിൻ്റെ തണ്ടിൻ്റെ സ്ട്രക്ചറും ഇതുപോലെ അങ്ങനെ പുട പോലെ അങ്ങനെ പൊന്തി നിൽക്കുന്ന സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവന്മാർക്ക് ഒളിച്ചിരിക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അപ്പൂസ് ഒരു വടിയൊക്കെ കൊണ്ടുവന്ന് തോണ്ടി പുഴുവിനെ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ പുഴുവിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൂസ് പറഞ്ഞു, അമ്മേ ഒരു പുഴുവല്ല ഇതിൽ വന്നിരിക്കണത്, പിന്നെയും പുഴുക്കളുണ്ടെന്ന്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് പുഴുവിനെ അതിലേക്ക് എടുത്തിടാണ്. ഇതിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ നല്ല അടിപൊളി ചൊറിയാമ്പുഴാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പുഴുവിനെ അപ്പൂസ് എടുത്തിട്ടുണ്ട്. അവർ ചെറുതും കൂടി ഉണ്ടെന്ന് അപ്പൂസ് പറയുന്നുണ്ടായി. അപ്പോൾ നോക്കിയപ്പോൾ അതൊരു ചെറിയ പൂട പോലത്തെ അതിൻ്റെ പുഴുവിൻ്റെയാണ് കേട്ടോ. 2 പുഴുവാണിത്. മെയിനായിട്ടുള്ള താരങ്ങളാണ് ഇവർ. 2-3 ദിവസമായിട്ട് എൻ്റെ പ്ലാന്റിൻ്റെ ലീഫ് കുറേയൊക്കെ അവർ തിന്ന് ഏതാണ്ടൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ അതൊക്കെ തിന്ന് നിൽക്കുമ്പോൾ പ്ലാന്റ് ഒരു ഭംഗി ഉണ്ടായില്ല എൻ്റെ ലീഫൊക്കെ കാണാനായിട്ട്. ബിഗോണിയ പ്ലാന്റിന് അറിയാമല്ലോ, അതിൻ്റെ ലീഫാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ, അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് വെട്ടിയൊക്കെ ഒന്ന് നല്ല ഭംഗിയിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നീണ്ടു നിൽക്കുന്നതും പുഴുക്കൾ തിന്നതുമായ ലീഫൊക്കെ ഉള്ള അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളൊക്കെ ഞാൻ ഇതുപോലെ വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ഒന്നല്ല. ബിഗോണികൾ അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞു പൂക്കുകയും ചെയ്യും. പക്ഷേ ഈ ബിഗോണിയയ്ക്ക്, നമ്മുടെ സ്റ്റാർ ലീഫിന് അധികം സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വെട്ടി കൊടുത്താലും അതിൻ്റെ ഉൾഭാഗത്തു നിന്ന് നിറയെ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റ്, ഇതിൻ്റെ ഇലകൾ താഴത്തു നിന്നാണ് ഉണ്ടായി വരുന്നത്. നല്ലോണം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ആയാലും നല്ല ഭംഗിയിൽ നിന്നോളും. അത്യാവശ്യം ഒരു 3-4 മണിക്കൂർ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുക്കും. പിന്നെ ഞാൻ വളങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മെയിനായിട്ട് ജൈവവളം ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ വല്ലാണ്ട് കെയറിങ് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയ ഒരു ബിഗോണിയാണ് ഈ സ്റ്റാർ ലീഫ് ബിഗോണിയ. സാധാരണ ബിഗോണിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കെയറിങ് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റൊക്കെ ഇത് വെട്ടി ഒതുക്കി കൊടുത്ത് ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗമൊക്കെ ഒരു നല്ലൊരു ലൈറ്റ് പർപ്പിൾ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലാന്റൊക്കെ ഒന്ന് സെറ്റാക്കിയതല്ലേ. അപ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചാണകപ്പൊടി ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണ് ഇട്ട് കൊടുത്താൽ അപ്പോൾ ചാണകപ്പൊടി വേഗം അതിൽ ലയിച്ച് നമുക്ക് ചെടിക്ക് കിട്ടിക്കോളും. പിന്നെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെ നടക്കിക്കൊന്ന് നമ്മൾ പുഴുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.